ലോകം മുഴുവൻ ഫേമസ് ആയിട്ടുള്ള ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മച്ചാമാരെ ഏതാണ് ആ ഒരു സദ്യ എന്ന്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആ ഒരു സദ്യയുടെ വിശേഷങ്ങളാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയല്ലോ. ബാ. പത്തനംതിട്ട ജില്ലക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ആറന്മുള വള്ളസദ്യ. എന്റെ മോനെ, ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു അടാറ് സദ്യ എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. 69 തരം കൂട്ടാനും കറികളും അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സ്വയംഭൻ സദ്യ. ഓരോ കൂട്ടാനുകളും കറികളും അവര് പാട്ടുപാടി ചോദിച്ച് ആ ഒരു ട്യൂണി ചോദിച്ചു മേടിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗി തന്നെ. വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഈ ഒരു വള്ളസദ്യ കഴിക്കാൻ എവിടുന്നൊക്കെയാണ് ആൾക്കാർ വരുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് ഫോറിനേഴ്സ് വരെ ഇവിടെ വന്നിരുന്ന് ഈ ഒരു സദ്യ കഴിക്കുന്നത്. കാരണം അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ആറന്മുള കണ്ണാടി ഈ ഒരു വള്ളസദ്യ, ഈ വള്ളത്തി പാട്ടൊക്കെ പാടി വന്ന് അത് വേറെ ഒരു ഫീൽ തന്നെ, വേറെ എങ്ങൊന്നും കിട്ടാത്ത ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമാണ്. അന്നദാന പ്രഭുവായ ആറന്മുളേശന്റെ മുമ്പിൽ ഭക്തർ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് കൂടിയാണിത്. നമ്മുടെ ഈ ഒരു വള്ളസദ്യ എന്ന് പറയുമ്പോൾ